കാൽപന്തിനെ ഹൃദയതുല്യം കാണുന്നവരാണ് പ്രായഭേദമന്യേ മലപ്പുറംകാർ. ലോകകപ്പ് ആരവം തുടങ്ങും മുൻപ് തന്നെ മലപ്പുറത്തെ ആവേശം 10 മടങ്ങായിരുന്നു. 5 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ മെസ്സിയുടെ കട്ടൗട്ട് വെച്ച് വെല്ലുവിളിയുമായി ഇക്കുറി മഞ്ചേരി കിഴക്കേത്തലയിലെ അർജന്റീൻ ആരാധകരുടെ വരവാണ്. 200ഓളം അർജന്റീൻ ആരാധകർ ചേർന്നാണ് കൂറ്റൻ കട്ടൗട്ട് ഉയർത്തിയത്. ലോകകപ്പ് ഫുട്ബോൾ മലപ്പുറത്തിന് എന്നും ഒരു ലഹരിയാണ്. അത് നമ്മുടെ ഈ റോഡോരങ്ങളിലെല്ലാം കാണാം. അതെല്ലാം വാശിയേറിയ ഒരു മത്സരമാണ്. ഈ ഫ്ലക്സ് വയ്ക്കുന്നവരും ആരാധകരെ ആരുടെയൊക്കെ ആരാധകരാണെന്ന് കാണിക്കുന്നത് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഞാനുള്ളത് മഞ്ചേരിയിലാണ്. മഞ്ചേരിയിൽ ഒരു 60 അടി ഉയരത്തിലുള്ള ഒരു ഫ്ലക്സാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത്. അതായത് ഒരു 3 നില കെട്ടിടത്തിന് അടുത്താണ് ഇപ്പോൾ ഫ്ലക്സ്. അത് ഏകദേശം ഒരു 5-6 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ആ ഫ്ലക്സിന്. അത്രയും വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അർജന്റീന ആരാധകരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എന്താണ് ഈ ഇത്രയും വലിയ ഒരു ഫ്ലക്സ് ഒക്കെ വെക്കുന്നതിന്റെ കാരണം? ഇതിനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 30 അടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നിലത്തുകൂടെ അയച്ച് കണ്ട ബ്രസീൽ ഫാൻസർ 40 അടി വെച്ചു നിലത്തുകൂടെ. ഇത് ആകാശത്തേക്കാണ് പൊന്തിക്കണേ. അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രസീലിന്റെ ആൾക്കാരെ വേറെ ഏതെങ്കിലും ഫാൻസാറുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാം. മത്സരം തന്നെയാണ്. മത്സരം തന്നെ തീർച്ചയായിട്ടും. ഇതിൽ കപ്പടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കപ്പടിച്ചപ്പോൾ 1.5 കിൻഡൽ ബിരിയാണി വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് കൊടുത്തിട്ട് 1.5 കിൻഡൽ ബിരിയാണി, ബീഫ് ബിരിയാണി എല്ലാവർക്കും വെച്ച് കൊടുത്ത്. ബ്രസീൽ ഇതിനേക്കാൾ ഉയരത്തിൽ വെക്കുമോ? ചാൻസ് ഇല്ല, വേറെ ബുദ്ധിമുട്ടാണ്. ഇത് വെച്ചതിന്റെ അപ്പുറം ഞങ്ങൾ വെക്കും. തീർച്ചയായിട്ടും വെക്കും. മത്സരിച്ച് ഉറപ്പാണ്. ബ്രസീലുകാർ ഇവിടെ ഇല്ല, അത്രേ ഉള്ളൂ. ഇതിന്റെ മുകൾക്ക് വെക്കാൻ പറ്റിയ ബ്രസീലുകാർ ഇവിടെ ഇല്ല. അത് വെക്കാനുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ അവരോട് പൊന്തിക്കാൻ പറയും. ഇവിടെ വർഷങ്ങളായിട്ടുള്ള അർജന്റീന ഫാൻസാണ്. കേരളത്തിലെ അർജന്റീന ഫാൻസ് കേൾക്കാതെ കേട്ടില്ലേ? അത് കുറെ വർഷങ്ങളായിട്ട് തുടരുന്നത്. വലിയ ചെലവ് വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ച ആള് ഇതിന്റെ ആളെന്നെ അൻസാർ എന്ന് പറയും, ആർട്ട് മീഡിയ. അവൻ്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ ഇതിന് ഇത്രയും വലിയൊരു ഇതിന് വെക്കാൻ വേണ്ടി. ഇതിന് മുകൾക്കേന് പറഞ്ഞേ. പിന്നെ ഈ കവുങ്ങ് കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിന് മുകൾക്കും കെട്ടാൻ. മഞ്ചേരി കിഴക്കേത്തലയിൽ എത്ര ആരാധകരുണ്ട്? 100-200 പേര് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. മെയിൻ സ്പോൺസർ ഒരാൾ വേറെ ഉണ്ട്, അബ്ബാസ് എന്ന് പറയും. മത്സരം തുടർന്നുകൊണ്ടേ നിൽക്കും, അതിലൊരു അപ്പീലും ഉണ്ടാവില്ല. ഇതിൻ്റെ മുകൾക്ക് വെക്കാൻ പറ്റിയ ബ്രസീലുകാരും ഇവിടെ ഇല്ല. കളി ഞങ്ങൾ തൂക്കും ചെയ്യും. വേറെ എന്തൊക്കെയാ അർജന്റീന ആരാധകർ കളിക്കാർക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കി? വേറെ ഇവിടെ ഒരു സോക്കർ സിറ്റി എല്ലാവർക്കും കളി കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും കാണാൻ പറ്റില്ല ഒരു സോക്കർ സിറ്റി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മെറ്റ് ലൈഫ് സ്റ്റേഡിയം പറഞ്ഞിട്ട് ഒരു സ്ക്രീന് 250 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ആർക്കും വന്ന് ഫ്രീ ആയിട്ട് കളി കാണാം. 15 അടി വീതിയിൽ 10 അടി ഹൈറ്റിൽ സ്ക്രീനും ഉണ്ട്. ഇവിടെ കേരളത്തിലെ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും ചെയ്യണം. എല്ലാ കുട്ടികളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും. ആർക്കും വന്ന് ഫ്രീ ആയിട്ട് കളി കാണാം. അത് തന്നെയാണ് മഞ്ചേരിയിൽ നമ്മളിപ്പോൾ കാണുന്നത്. വലിയ ഒരു ആരാധക വൃന്ദം തന്നെ അർജന്റീനയ്ക്കുണ്ട്. അത് റോഡോരങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവരുടെ ഹൃദയങ്ങളിലും അവയെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും സൂചിപ്പിക്കുന്നത്. ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ഫ്ലക്സും മറ്റു ബോർഡുകളും വയ്ക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കളിയും കാണുന്നു. അതാണ് മഞ്ചേരിയിലെ ഒരു പ്രത്യേകത. ശാന്തകുമാർ വള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.